കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എത്ര മികച്ച അവസരമാണെന്ന് ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം അത്രയധികം വാക്കൻസികൾ, അതിൻ്റെ കൂടെ ഇക്കൊല്ലം മറ്റു പല നോട്ടിഫിക്കേഷൻസും ഉള്ളതുകൊണ്ട് വാക്കൻസികളുടെ പെരുമഴയാണ്. പക്ഷെ ചിലപ്പോ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് നയിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പാളിപ്പോയവരുണ്ടാവാം, ചിലപ്പോൾ ബോർഡിൽ നിൽക്കുന്നവരുണ്ടാവാം, ചിലരുണ്ടാവാം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മെയിൻസ് എന്തായാലും സെപ്റ്റംബറിൽ ഇല്ലെന്ന് മനസ്സിലായല്ലോ, ഇനിയിപ്പോ പതിയെ പഠിക്കാം, റിസൾട്ട് ഒക്കെ വന്നിട്ട് പഠിക്കാം. അല്ലെങ്കിൽ ചിലര് സിലബസ് ഇപ്പോഴും വന്നിട്ടില്ലല്ലോ, സിലബസ് വരുമ്പോ നോക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവര്, അവരോടൊക്കെയാണ് ഞാൻ പറയണത്, നിങ്ങൾ മിസ്സാക്കുന്നത് വലിയൊരു ലോട്ടറിയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആസ്പിറൻസിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച ലോട്ടറികളിൽ ഒന്ന്. നിങ്ങൾ തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയാനൊന്നും നിൽക്കണ്ട. അവസരം വേറൊന്നുമല്ല, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. സെപ്റ്റംബർ കലണ്ടറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സെപ്റ്റംബർ 19 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുള്ളത്. എന്തുകൊണ്ട്? കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വലിയൊരു ലോട്ടറി ആണെന്ന് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലബസ് നിങ്ങളൊന്ന് എടുത്ത് നോക്കിയേ. നമ്മുടെ എക്സ്പെക്ടഡ് സിലബസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മെയിൻസിന് നമ്മൾ ഓൾറെഡി ബാച്ച് തുടങ്ങിയിട്ടുള്ളതിൽ എക്സ്പെക്ടഡ് സിലബസ് ആയിട്ട് നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിലബസ് ഇംഗ്ലീഷിലാണെങ്കിൽ അതിന്റെ ഒരു മലയാളം തർജ്ജമയാണ് VFA എന്ന പോസ്റ്റിലേക്കുള്ള സിലബസ്. നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മെയിൻസ് ബാച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, സെപ്റ്റംബർ തുടക്കത്തിൽ തന്നെ നമ്മുടെ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആവുമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്റ്റഡി പ്ലാൻ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഇത് സത്യത്തില് ഒരു മോക്ക് എക്സാം പോലെയാണ്. ആ മോക്ക് എക്സാമിലെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കുറെ അധികം അവസരങ്ങൾ ഞാൻ വെറുതെ പറഞ്ഞു വെക്കുന്നില്ല. കമ്പനി ബോർഡ് അസിസ്റ്റന്റിലൂടെ ലഭിക്കുന്ന അവസരങ്ങളുടെ കൂടെ VFA കൂടെ വരുമ്പോ 1000+ അവസരങ്ങളും കൂടെ നമുക്ക് വരികയാണ്. കാരണം കഴിഞ്ഞ അപ്പോയിന്റ്മെന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നുള്ളത് ജില്ലാതല അപ്പോയിന്റ്മെന്റുകളാണ് അല്ലെ. ഓരോ ജില്ലയിലും ഓൺ ആൻ ആവറേജ് 100 ആൾക്കാരെ വീതം കഴിഞ്ഞ അഡ്വൈസിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 14 ജില്ലയിലേക്കായിട്ട് 1400ഓളം പേർക്ക് അവസരം ലഭിക്കുന്നു. അതിന് നമുക്ക് മാക്സിമം കുറച്ചാലും 1000 അവസരങ്ങളെങ്കിലും നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ പഠിക്കുന്ന അതേ സിലബസിൽ പഠിക്കുന്ന അതേ കാര്യങ്ങളിൽ. ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ തന്നെ 2 കാറ്റഗറി കോഡ് ഉണ്ട്, KSFE ഉണ്ട്, KSRTC ഉണ്ട്. അതവിടെ SBCID സിലബസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സെയിം തന്നെയാണ് എക്സ്പെക്ടഡ് സിലബസ് എന്നുള്ളത്. ഇനി ഒഫീഷ്യൽ സിലബസ് എന്ന് വരുമെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യൽ സിലബസ് അടുത്ത ഒക്ടോബർ കലണ്ടർ വരുമ്പോ, ഒക്ടോബർ കലണ്ടറിൽ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് SBCID മെയിൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ചേർന്ന് ഇപ്പോ ഈ ഒരു VFAക്ക് വന്നതുപോലെയാണ് വരിക. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസരം കൂടെ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾ കട്ട് ഓഫ് ബോർഡറിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ കട്ട് ഓഫ് ചെറുതായിട്ടൊന്ന് കിടക്കേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്തത് മൂലം അയ്യോ എനിക്കിനി പറ്റില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നഷ്ടമാക്കുന്നത് വലിയൊരു അവസരമാണ്. ഞാൻ കാണിച്ചു തരാം. VFAക്ക് ഈ ഒരു 1000+ വേക്കൻസീസിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഒപ്പം നിങ്ങളൊന്ന് നോക്കിയേ. കമ്പനി ബോർഡിന്റെ നിയമനം ഞാൻ കാണിക്കട്ടെ. കഴിഞ്ഞ തവണത്തെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ലിസ്റ്റ് സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്, നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. 2027 മാർച്ച് വരെ ഉണ്ട്. 2303 അഡ്വൈസുകളാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ ഇതുവരെ പോയിട്ടുള്ളത്. ഇത് KSFE, KSEB, KMML, കെൽട്രോൺ എന്നിവയിലേക്കുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. തൊട്ടപ്പുറത്ത് ഇതും കൂടെ നിങ്ങൾ നോക്കിക്കോ. KSRTC പോലുള്ളവയിലേക്കുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ 932. ഇപ്പൊ തന്നെ ടോട്ടൽ ഒരു 3200 ആയോ? ഇതിന്റെ കൂടെ SBCID സിലബസും സിമിലർ ആണെന്ന് ഞാൻ പറഞ്ഞു, ഏതാണ്ട് ഇത് തന്നെ അല്ലെ. അവിടെ നിങ്ങൾ നോക്കിയാടാ 281 വേക്കൻസികൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. SBCID എത്രയും പെട്ടെന്നാണ് അടുത്ത റാങ്ക് ലിസ്റ്റ് വരാനും പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, 3500ഓളം വേക്കൻസികൾ നിങ്ങൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ. നിങ്ങൾ ഇതേ സിലബസ് പഠിക്കുമ്പോൾ ഇനിയിപ്പോ നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ആയില്ലെങ്കിൽ തന്നെ VFA നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന അതേ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് VFA നേടിയെടുക്കാനും പറ്റും. ഇതിലും മികച്ച അവസരം എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണേ? അതും നിങ്ങൾ ആലോചിക്കണം, ഈ 3500 കൂടെ ആ 1000 കൂടെ കയറുമ്പോ 4500 വേക്കൻസികളാണ്. ജസ്റ്റ് ആ നമ്പറിലേക്ക് ഒന്ന് നോക്ക്. ഇപ്പോ പലരും അടുത്ത വട്ടത്തെ LDC നോക്കാം, അടുത്ത LSGS നോക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. നിങ്ങളോട് ഞാൻ പറയട്ടെ, LDC നോട്ടിഫിക്കേഷൻ വരുമ്പോ ആ ഒരു മുറയ്ക്ക് നോക്കാം. LSGS എന്ന് പറയുന്നത് ഒരു 500ൽ താഴെ മാത്രം വേക്കൻസി വരുന്ന ഒരു പോസ്റ്റാണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ. അതുപോലെ തന്നെ അതിന്റെ ഒപ്പം വരാൻ പോകുന്നത് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ. അതിലും വളരെ കുറവ് പോസ്റ്റുകളെ വരാൻ പോകുന്നുള്ളൂ. ചിലപ്പോൾ രണ്ടും ചേർന്ന് ഒരു 500 പേർക്ക് ജോലി കിട്ടി 3 വർഷത്തിൽ. ഇത് 3 വർഷം പോലും എത്താത്ത ലിസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു അവസരമായിട്ട് പറയുന്നത് SI ഒക്കെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, അടുത്ത വർഷം ഒരു 500-600 ആൾക്കാർക്ക് ഡിഗ്രി ലെവലിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഗസറ്റഡ് പോസ്റ്റ് ആണ്, അതിന്റെ എല്ലാ ബെനിഫിറ്റും ഉണ്ട്, അത് ഞാൻ സമ്മതിക്കണു. പക്ഷെ ഇക്കൊല്ലം 3500 പേർക്ക് അവസരമുണ്ട്. ഈ അവസരം നിങ്ങൾ വിട്ടു കളഞ്ഞാലോ? ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല, എനിക്കിനി കിട്ടില്ല, ഞാൻ വളരെ പുറകിലാണ് എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ
നിങ്ങൾക്കാണ് നഷ്ടം ഉണ്ടാവാൻ പോണത്. നിങ്ങൾ ഇതിനൊരു ബാലികേറാ മലയായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയണത് കുറെ അധികം പേര് മൊത്തത്തിൽ പഠനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ളതുകൊണ്ടാണ്. തുടക്കത്തിൽ ഇനിയിപ്പോ പഠിച്ചിട്ട് കിട്ടുമോ എന്നുള്ള ഡൗട്ട് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ പലതവണ ഇവരുടെ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മളുടെ ബാച്ചിന്റെ ഏറ്റവും മികച്ച റിസൾട്ട് ആയിരുന്നു കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ നിങ്ങൾ കണ്ടത്. ആദ്യ അപ്പോയിന്റ്മെന്റുകളിൽ തന്നെ ഇവർക്ക് ഇടം പിടിക്കാനും പറ്റി. ഇവരെപ്പോഴാ തുടങ്ങിയെന്ന് അറിയോ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് റിസൾട്ട് വന്നതിന് ശേഷം അതില് പേപ്പർ 2 100 മാർക്കിനായിട്ട് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അവിടെ അടക്കം AI സഹായത്തോടെ ടോപ്പ് 100 റാങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റിയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സെക്രട്ടേറിയറ്റിനുള്ള കോമ്പറ്റീഷൻ പോലും ഒരിക്കലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉണ്ടാവില്ല, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉണ്ടാവില്ല. നിങ്ങൾ മികച്ച രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ള അവസരം എന്താണ് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അയ്യോ ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. നിങ്ങൾ ധൈര്യത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ഈ ലിസ്റ്റ് വന്നത് 13/3/2024 അടുത്ത മാർച്ചിൽ KSFE KCB എന്നിവയ്ക്കുള്ള ലിസ്റ്റ് വരും. അതുപോലെ തന്നെ KSRTC പോലെയുള്ളതിലേക്കുള്ള ലിസ്റ്റ് ജനുവരിക്കുള്ളിൽ വരേണ്ടതാണ്. ഇനി FBCIDക്കുള്ള ലിസ്റ്റ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് വരേണ്ടതാണ്. VFAന്റെ ലിസ്റ്റിന്റെ കാര്യം നിങ്ങൾക്കറിയോ? VFA കഴിഞ്ഞ ലിസ്റ്റ് ഏറ്റവും ലേറ്റ് ആയിട്ട് വന്നത് തിരുവനന്തപുരത്തെ ലിസ്റ്റാണ്. തിരുവനന്തപുരത്തെ ലിസ്റ്റ് വന്നത് ഫെബ്രുവരിയിലാണ് കഴിഞ്ഞ തവണത്തെ VFAന്റെ ലിസ്റ്റ് ഏറ്റവും ലേറ്റ് ആയിട്ട് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത ലിസ്റ്റ് എന്തായാലും ഫെബ്രുവരിക്കുള്ളിൽ വരേണ്ടതാണ് എല്ലാ ജില്ലകളിലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഈ 3 മാസം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ നിങ്ങൾക്ക് VFA പരീക്ഷ ഉണ്ടായിരിക്കും. ഒക്ടോബറിലും കൂടെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് 4500-ലധികം അവസരങ്ങളാണ്. നിങ്ങൾ വെറ്ററൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, ക്ലാരിറ്റിയോട് കൂടെ പഠിക്കണമെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനായിട്ട് ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള യൂണിവേഴ്സൽ അസിസ്റ്റന്റോട് ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് മെന്റർഷിപ്പ് ബാച്ച് നമ്മൾ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാച്ചിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവാം. ഇത് കുറച്ച് നാളായില്ലേ തുടങ്ങിയിട്ട്? നമ്മുടെ ഡീറ്റെയിൽ സ്റ്റഡി പ്ലാൻ തുടങ്ങിയിട്ട് 3 ആഴ്ചയായി. കാരണം നമ്മൾ ആദ്യമേ തുടങ്ങി ഇത്തവണ ടോപ്പ് 100ൽ നിറയെ നമ്മുടെ സ്റ്റുഡൻസ് ആയിരിക്കണം എന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ബാച്ചാണ്. നിങ്ങൾ ഈ 3 ആഴ്ചകൾ കഴിഞ്ഞതിനെ പറ്റി നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെപ്റ്റംബർ തുടങ്ങുമ്പോഴേക്കും നമ്മൾ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല ഇതിന്റെ ഇടയിൽ ഓരോ ആഴ്ചകൾ വീതം റിവിഷൻ വീക്കുകളും വെക്കുന്നുണ്ട്. ഓരോ ആഴ്ചകൾ റിവിഷൻ വീക്ക് ഉള്ള സമയത്ത് നിങ്ങൾക്ക് 3 മാസങ്ങളിലെ ഓരോ ആഴ്ചകളിലുമായിട്ട് ഈ 3 ആഴ്ചകളിൽ നിങ്ങൾക്ക് പെൻഡിങ് എന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, നിങ്ങൾക്ക് ഇതൊരു മെന്റർഷിപ്പ് ബാച്ച് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പെൻഡിങ് കാര്യങ്ങൾ അടക്കം കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഞാൻ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് മറ്റൊരു കാര്യം കൂടെ, നിങ്ങൾ ഇവിടെ ഇൻ കേസ് ഒന്ന് പതറി വീണാൽ പോലും ജൂൺ 2027 വരെ നിങ്ങൾക്ക് റിസോഴ്സ് വാലിഡിറ്റി തരാനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഒരിക്കലും ഇവിടെ തോറ്റു കഴിഞ്ഞാൽ വീണ്ടും എന്റെ ക്ലാസ്സിൽ വന്നിരിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അടുത്ത ഡിഗ്രി ലെവൽ പ്രിലിംസിനും ഈവൻ LDC 2027 അടക്കം ഉപകരിക്കുന്ന മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. SCRT NCRT ഫോക്കസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, SCRT NCRT ട്രെയിൻഡ് ആയിട്ടുള്ള AI മെന്റർ, ഏറ്റവും മികച്ച സ്റ്റഡി പ്ലാൻ, ടോപ്പ് 100 പഠിച്ചിടം. ഇതിലും വലുത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഈ ലോട്ടറി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4 മാസത്തെ പ്രിപ്പറേഷൻ എന്നുള്ളത് കമ്പനി ബോർഡ് അടക്കം ടോപ്പ് റാങ്ക് അടിക്കാനാണ്. VFA ആണെങ്കിൽ 3 മാസത്തെ പ്രിപ്പറേഷൻ, പ്രിലിംസ് ഇല്ല, മെയിൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഒറ്റ പരീക്ഷ ഉള്ളൂ. മെയിൻസ് നമുക്ക് വിളിക്കാൻ പറ്റില്ല, ഒറ്റ പരീക്ഷ ഉള്ളൂ. നേരെ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് ജോലി. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ മുന്നിലുള്ള അവസരമാണ്. ഇതിലും വലിയ ലോട്ടറി നിങ്ങൾക്ക് കിട്ടാനായിട്ടില്ല. നിങ്ങൾക്കറിയാം, ഈ അടുത്താണ് ഗവൺമെന്റ് ധവളപത്രമൊക്കെ അവതരിപ്പിച്ച് ഇവിടെ പെൻഷൻ പ്രായം ഉയർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇക്കൊല്ലം എന്തായാലും നടക്കുന്നില്ല. ഇക്കൊല്ലം തന്നെ നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷന്റെ ആവശ്യമില്ല. ഈ 4500-ൽ പരം അഡ്വൈസുകൾ വരാനിരിക്കുന്നത് നിങ്ങൾക്കാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് വേണ്ടത് വെറും 4 മാസത്തെ ഹാർഡ് വർക്കാണ്. 4 മാസം, 120 ദിവസം. ഇനി പഠിച്ചിട്ട് കിട്ടില്ലെന്നാണെങ്കിൽ ഞാൻ ഈ എക്സാമ്പിൾ നിങ്ങളുടെ മുന്നിൽ സുഖമായിട്ട് എടുത്ത് വെക്കാം. ഇവരൊക്കെ നേടിയെടുത്തവരാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ ടോപ്പ് 100 റാങ്ക് നേടിയവരാണ്. അഭിജിത്ത് 40ാം റാങ്ക് നേടിയത് വെറും 22ാം വയസ്സിലാണ്. അസിമ 82ാം റാങ്ക് നേടിയത് വെറും 23ാം വയസ്സിലാണ്. ഇവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 25 വയസ്സാണ്. കാരണം അവർ വിശ്വസിച്ചു, അടിപൊളിയായിട്ട് പഠിച്ചു, അവരുടെ ലോട്ടറി നേടിയെടുത്തു. ഇനി നിങ്ങളുടെ ഉഴവാണ്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഞാൻ ഒരിക്കലും എന്റെ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്കുള്ള ലോട്ടറി ഞാൻ ഓർമ്മപ്പെടുത്തി തന്നതാണ്. നിങ്ങൾ ഇനിയെങ്കിലും അടിപൊളിയായിട്ട് പഠിക്കുക. മെയിൻസിന്റെ ഡേറ്റ് വന്നില്ലല്ലോ, മെയിൻസിന്റെ ഒഫീഷ്യൽ സിലബസ് വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കാതെ മികച്ച രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നിലയിലെത്താനായിട്ട് ഇതിലും വലിയ മഹാലക്ഷ്മി നിങ്ങളുടെ അടുത്തേക്ക് വരാനില്ല. ഈ മഹാലക്ഷ്മിയുടെ മുന്നിൽ നിങ്ങൾ കഥ അടച്ചു വെക്കരുത്. അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.